വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് ചന്ത കൂടുന്നത്. ഞാൻ ഭിക്ഷയ്ക്ക് വരുമ്പോഴാണ് ഇതാ ഇത്രയും കൊണ്ടുവരുന്നത്. ഈ എൻ്റെ പിടിച്ചു പറിക്കാന്ന് വെച്ചാൽ ഞാൻ തരിക്കും. അതുണ്ട്. അതിനകത്ത് ആരും ഇരിക്കത്തില്ല. ആൾക്കാരുടെ നികുതി പണം എടുത്ത് ചെയ്ത ഈ ബിൽഡിംഗ് ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച മുരുക്കുമ്പുഴയിലെ ആധുനിക മത്സ്യ മാർക്കറ്റ് അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ ലക്ഷങ്ങളുടെ പൊതുമുതൽ കാട് മൂടി നശിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി 3 തവണയാണ് ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. 2013 മംഗലപുരം ഗ്രാമപഞ്ചായത്തും പിന്നീട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച ശേഷം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം MA ജലീൽ, MR രവി എന്നിവരും മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകങ്ങളിൽ വ്യക്തമാണ്. ഉദ്ഘാടകരുടെ പേരുകളുള്ള ഫലകങ്ങൾ മാത്രം ഇപ്പോഴും ഇവിടെ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. എന്നാൽ മാർക്കറ്റ് ഇപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു ചന്തയാണ്. അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ഇത് ചെയ്തില്ല. അത് കാരണം ഇതിൻ്റെ പ്രവർത്തനം ഇതുവരെയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് റോഡ് വക്കത്ത്, അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് ചന്ത കൂടുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതരും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനം തുടങ്ങിയതുമായ ഈ ചന്തയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നടത്തണം. കാര്യം ഇത് ചെയ്തേക്കുന്ന സംവിധാനം നോക്കുമ്പോൾ തന്നെ കാണാം. കാര്യം ആൾക്കാർക്ക് കയറിയിരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റില്ല. 1, 2 ഇലക്ട്രിസിറ്റി സൗകര്യമില്ല. 3 ഇവിടെ മറ്റേ ആൾക്കാർക്ക് 1നോ 2നോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും പോകാനുള്ള ശൗചാലയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ അതുകൊണ്ട് ഇത് എത്രയോ ആൾക്കാരുടെ നികുതി പണം എടുത്ത് ചെയ്ത ഈ ബിൽഡിങ് ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ഇടയ്ക്ക് ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും ധാരാളമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ജില്ലാ പഞ്ചായത്തോ അല്ല ഗ്രാമപഞ്ചായത്തോ ഇടപെട്ട് ഇത് വൃത്തിയാക്കി ഇതിൽ ചന്ത കൂടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ റോഡ് വക്കത്തല്ല ചന്ത കൂടേണ്ടത്. റോഡ് വക്കത്ത് വാഹനാപകടങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ജനങ്ങൾക്കും ബുദ്ധിമുട്ട്. റെയിൽവേ ക്രോസ് അടച്ചിട്ടിരുന്നാൽ ആ റെയിൽവേ ക്രോസിൽ ജനങ്ങൾക്ക് കടന്നു പോകുന്നതിന് ഈ വണ്ടി ഇങ്ങനെ ചന്ത കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ സമയത്ത് ഗേറ്റ് അടയ്ക്കുമ്പോൾ വണ്ടി അതിവേഗത്തിൽ പോകുമ്പോൾ ആൾക്കാരുടെ ദേഹത്ത് മുട്ടിയ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇത് പഞ്ചായത്ത് അധികൃതർ വിചാരിച്ചാലേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ. പഞ്ചായത്ത് വെറുതെ റോഡ് വക്കത്ത് ചന്ത കൂടുന്നതിന് കാശ് പിരിക്കുന്നുണ്ട്. ഇന്ന് അതായത് പോസ്റ്റ് ഓഫീസ് മുതൽ പനച്ചമൂട് ജംഗ്ഷൻ വരെ ആൾക്കാരെല്ലാം റോഡ് വക്കത്തിരുന്ന് കച്ചവടം ചെയ്യണം. അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് ഏക മാർഗം ഈ കാണുന്ന ചന്തയുടെ പരിപാടി ഉടനെ തന്നെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത് നേരെയാകത്തുള്ളൂ എന്ന് ആണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ശ്രീമാൻ ബെന്നറ്റ് ബൈ ഗോമസ് ആണ് ഈ ചന്തയുടെ സ്ഥലം വാങ്ങിയതും എടുത്തതും എല്ലാം ചെയ്തതുമൊക്കെ. അപ്പോൾ അദ്ദേഹമൊക്കെ മുൻകൈ എടുത്ത് ചെയ്ത ഒരു പ്രവർത്തനമാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ ഇതിൽ രാഷ്ട്രീയമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്കിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുക. നിലവിൽ മാർക്കറ്റ് കെട്ടിടവും പരിസരവും കാട് മൂടി സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. വൈദ്യുതി, വെള്ളം, ശുചിമുറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെ പ്രവർത്തന സജ്ജമല്ല. മാർക്കറ്റ് തുറക്കാത്തത് കൊണ്ട് കച്ചവടക്കാർ മുരുക്കുമ്പുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പനച്ചമൂട് ജംഗ്ഷൻ വരെ റോഡരികിലാണ് മത്സ്യം വിൽക്കുന്നത്. ഇത് റൂട്ടിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും നിത്യേന എന്നോണം അപകടങ്ങൾക്കും കാരണമാക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബിൽഡിങ് അത് ശരിയല്ല. അത് കക്കൂസില്ല, ബാത്റൂമില്ല, ഇരിക്കാനൊരു ഇടമില്ല, തികയത്തില്ല. ഓരോ മലക്കരക്കാർ തന്നെ 2-3 സീറ്റ് കവറുകൾ ഇട്ടാൽ പിന്നെ മീൻകാരെവിടെ ഇരിക്കും? ഒരിടം പോലും ഇല്ല. അതുകൊണ്ട് അവർ കയറുന്നില്ല, അവർ റോട്ടിൽ തന്നെ ഇരിക്കുമെന്നാണ് ഒറ്റ നിർബന്ധത്തിൽ പറയുന്നത്. അതുണ്ട്. അതിനകത്ത് ആരും ഇരിക്കത്തില്ല. അതിനകത്തിരുന്നാൽ മീനിന് വെട്ടം പോരാ. മീൻ ഒരുമാതിരി കെട്ടണക്കാണ് അവർക്ക് വരുന്നവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ബിൽഡിങ്ങിനകത്ത് ആരും ഇരിക്കാത്തത്. അതത്രയും. പിന്നെ ഒന്നാമത്തെ കാര്യം, അതിനകത്ത് ഞാൻ വൈകിട്ടായ 12 മണി 10 മണിക്ക് തീരും. 10 മണി കയറണം, പിന്നെ അങ്ങോട്ട് ആരും വരത്തില്ല. അതുകൊണ്ടാണ് മീൻകാരെല്ലാവരും റോട്ടിൽ ഇരിക്കുന്നത്. റോട്ടിൽ ഇരുന്നാലും അപകടമാണ്. അത് ഇപ്പം നിങ്ങൾ തന്നെ നിയന്ത്രിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പഞ്ചായത്തുകാർ ഇറങ്ങണം എല്ലാവരും കൂടെ. പോരായ്മക്കുറവെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ അത് ഇങ്ങനെ വേണ്ടായിരുന്നു. അത് നടക്കാനല്ലേ പറ്റൂ. കവറിട്ട് വല്ല ഇരുന്ന് മലക്കറിക്കാൻ പറ്റൂ? ഒന്നിനും പറ്റത്തില്ല. വന്നിട്ടുണ്ടോ? പാർക്കേണ്ട സ്ഥലമില്ല. അവരിത് കെട്ടണ്ടായിരുന്നു. ഇത്രയും രൂപ വാരിയിട്ട് കെട്ടണ്ടായിരുന്നു. ആവശ്യമില്ലാതെ ചെയ്ത കാലം.
അല്ലാതെ അപകടങ്ങൾ പറ്റിയാൽ എന്തെങ്കിലും കേസുകളായാൽ അതും കുറ്റം. അത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേസ് പറഞ്ഞോളാം. ഇന്നലെ എൻ്റെ അടുത്ത് പിരിവിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിരിവ് തരൂല, എന്നിവരെ കടയിൽ കയറ്റണം, അന്നല്ല ഞാൻ പിരിവ് തരൂല എന്ന് പറഞ്ഞു. പിരിവ് മേടിക്കുന്നു എന്നും പിരിവ്. അവൻ എന്നെ ഒന്ന് പള്ളും വിളിച്ചിട്ട് പോയി ഇന്നലെ കൊടുക്കാത്തതിന്. പിന്നെ ഇന്നലെ മെനഞ്ഞാന്ന് കൊടുക്കുക, ഇന്നലെ എൻ്റെ അടുത്ത് വന്നില്ല. ഞാൻ പറഞ്ഞ് കടയ്ക്കകത്ത് കയറി പിരിവ് തരാം, ഈ റോഡിൽ നിന്നെ പിരിവിടങ്ങ് ആര് പറഞ്ഞയച്ച്? ഞങ്ങൾക്ക് പിരിവ് തരാനൊക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ചന്തയ്ക്കകത്ത് നിങ്ങളിത് വിറ്റ് ആകെ 250 രൂപയുടെ കച്ചവടം, ഞാൻ നിങ്ങൾക്ക് ആർക്കും പിരിവ് തരുമില്ല. ഈ വയസ്സായ ഞാൻ ഒരു ചായ കുടിക്കാനാണ് ഈ റോട്ടിലിരിക്കുന്നത്. അപ്പം നിങ്ങൾ വലിയ കച്ചവടക്കാരിൽ നിന്ന് പിരിവ് അടിക്കും. അപ്പം വന്ന് എൻ്റെ തൈരെടുത്തോണ്ട് എന്നെ ഭീഷണി കാണിച്ചിട്ട് തിരിച്ച് തൈര് കൊണ്ടിട്ട് ഞാൻ അവനെ പുറക്കെ എടുത്ത് എറിഞ്ഞ് വെറ്റിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എടുത്തോണ്ട് പോടാ, നീ എന്നെ ഭീഷണി കാണിക്കണ്ട, ഞാൻ ഭിക്ഷയ്ക്ക് വരുമ്പോഴാണ് ഇതാ ഇത്രയും ഇവിടെ കൊണ്ടുവരുന്നത്, നീ എൻ്റെ പിടിച്ച് പറിക്കാന്ന് വെച്ചാൽ ഞാൻ തരികയും. രാവിലെ നല്ല തിരക്കുണ്ട്, എല്ലാം ഒഴിഞ്ഞും എല്ലാം പേടിച്ച് പേടിച്ച് എന്നെ അപ്പുറം ഇപ്പുറവും കിടക്കണം. രാവിലെ നല്ല തിരക്കാണ്. ഇല്ല പോണില്ല. അത് ഞാൻ പറഞ്ഞു സാറേ, ഞാൻ പറയണ ആള് രാവിലെ ഇവിടെ മീൻ ഇറക്കാൻ വരും. രാവിലെ ഇവിടെ മീനും മലക്കറിയും കൊണ്ടിടുമ്പോൾ ഇവിടെ ഇടരുത്, കടയ്ക്കകത്ത് കയറി ഒറ്റ നിർബന്ധത്തിൽ പറയണം, അപ്പോഴേ അവർ കയറുള്ളൂ. അല്ലെ ഇത് ആരും നിയന്ത്രിക്കാനില്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇരിക്കണത്. അവരൊന്നിനും വരണില്ല, അവരൊന്ന് തൂത്തുവാരി ഇട്ട് കൊടുത്തോണ്ട് പോയി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം ജലീലിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിലവിലെ സാഹചര്യം പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായും ആ പ്രതീക്ഷയിലാണ് തങ്ങളെന്നും നാട്ടുകാർ പറയുന്നു. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.